ആയിട്ടും ഹെൽത്തി ആയിട്ടും വെറൈറ്റി ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. 3/4 കപ്പ് മൈദ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഒരു നുള്ളു ഉപ്പ്, 1/4 ടീസ്പൂണിൽ കുറവ് ജീരകം, 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1 ടീസ്പൂൺ നെയ്യ് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുന്നതിന് മുമ്പ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തോളൂ കേട്ടോ. വെള്ളം ഒഴിച്ച് ഇതൊരു ഡോ ആക്കി എടുക്കാം. കുഴയ്ക്കുമ്പോൾ ഇതുപോലെ കുറേശ്ശെ കയ്യിൽ ഒട്ടാൻ പാകത്തിന് കുഴച്ചാൽ മതി കേട്ടോ. 1/2 ടീസ്പൂൺ നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ട് ഈ ഡോ മാറ്റി വെക്കാം. പാനിലേക്ക് 1/2 കപ്പ് ചെറുകിയ നാളികേരം ചേർക്കുന്നുണ്ട്. നാളികേരത്തിൽ ഈർപ്പം പോണ വരെ കുക്ക് ചെയ്തെടുക്കാം. നാളികേരം ഡ്രൈ ആയതും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1/4 ടീസ്പൂണിൽ കുറവ് ജീരകപ്പൊടി, 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ മിക്സ് ഡ്രൈ ആക്കി എടുക്കണം. നാളികേരത്തിന്റെ മിക്സ് ഡ്രൈ ആയി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തണുക്കാനായിട്ട് വെക്കാം. മിക്സ് നല്ലോണം തണുത്തു വിട്ടാൽ ഇനി നമുക്ക് റെഡിയാക്കാം പലഹാരം. മാവ് ഒന്ന് കുഴച്ചു കൊടുക്കുന്നുണ്ട്. മാവിന്ന് കുറച്ച് എടുക്കാം. ഒരു ഇല എടുത്ത് അതിൽ നെയ്യ് പരത്തി വെച്ചേക്കാണ്. അതിലേക്ക് മാവ് നല്ലോണം പരത്തി കൊടുക്കാം. കയ്യിൽ തന്നെ പരത്താൻ പറ്റും കേട്ടോ. കനം കുറച്ച് പരത്തിയാൽ മതിട്ടാ പരത്തുമ്പോൾ. റെഡിയാക്കി വെച്ചേക്കണ മിക്സ് നടുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു നേന്ത്രപ്പഴം എടുത്ത് 2ആയിട്ട് മുറിച്ചതിൽ ഒരു ഭാഗം വെച്ച് കൊടുക്കാം ഇതിൻ്റെ നടുക്ക്. ഈ മിക്സ് മരത്തിലേക്ക് അങ്ങോട്ട് പൊതിഞ്ഞു കൊടുക്കുക. ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. ഏതിലാണോ ആവി കയറ്റണേ ആ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. വെള്ളം തിളയ്ക്കാൻ തുടങ്ങി 15 മിനിറ്റ് ആവി കയറ്റി എടുക്കും. പലഹാരം ആവി കയറ്റാൻ വെച്ചിട്ട് 15 മിനിറ്റ് ആയി കയറ്റാം. ഇതൊന്ന് തണുക്കട്ടെ. പാനിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ആവിയിൽ വേവിച്ച പലഹാരം നെയ്യിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗവും ഒന്ന് മൊരിപ്പിച്ചെടുക്കാം. എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തുവിട്ടാ മൊരിപ്പിച്ചാൽ മതി. അതുപോലെ ഷേലോ ഫ്രൈ ചെയ്താൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും നേന്ത്രപ്പഴം വെച്ച് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കും. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.